ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പോസിഷൻ ആണ് ടു. ടു ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ വളരെ അത്യാവശ്യമായിട്ടും ഏറ്റവും കോമൺ ആയിട്ടും വരുന്നൊരു പ്രിപ്പോസിഷനും കൂടെയാണ് ടു. കാരണം നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോയാലും വേണം ഈ ടു, അല്ലെങ്കിൽ ഏതൊരു നമ്മൾ എന്ത് ചെയ്യാൻ പോയി എന്ന് പറയണമെങ്കിലും വേണം ഈ ടു. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള സവിശേഷതകളുള്ള പ്രിപ്പോസിഷനാണ് ടു. നമുക്ക് ഈ ക്ലാസ്സിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടുവിനെ പറ്റി പഠിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കുറെ പ്രിപ്പോസിഷൻസ് നോക്കി, അറ്റ്, ഇൻ, ഓൺ, ഓഫ്, വിത്ത്, അല്ലെ? അപ്പൊ ഇന്ന് ടു, ഇനി നമുക്ക് ഫ്രം, അങ്ങനെ കുറച്ച് പ്രിപ്പോസിഷനുകൾ ഉള്ളൂ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത്. ഇത്രയും പ്രിപ്പോസിഷനുകൾ നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാനാണെങ്കിലും വൃത്തിയായിട്ട് എഴുതാനാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ടുവിന് ഒരുപാട് ഉപയോഗങ്ങൾ, അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഉപയോഗമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു യൂസേജ്. നമ്മൾ പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ് എന്ന് നമുക്ക് പറയണം. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഉപയോഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ്, വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ഹി റാൻ ടു സ്കൂൾ. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ ഓടി. എങ്ങോട്ടാണ് അവൻ ഓടിയത്? സ്കൂളിലേക്ക്. അപ്പൊ ലേക്ക് എന്ന് പറയുന്ന ഈ ഒരു മലയാളം വാക്കിന് വേണ്ടിയാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഓടി സ്കൂൾ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ അവിടെ? ഇല്ല. അവൻ സ്കൂളിലേക്ക്. അപ്പൊ ലേക്ക് എന്ന് പറയുന്ന ഉപയോഗമാണ് നമുക്ക് ടു സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടു സ്കൂൾ, സ്കൂളിലേക്ക്, ടു കോളേജ്, കോളേജിലേക്ക്. അപ്പം നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ആ പേരിന് മുമ്പായിട്ട്, ആ സ്ഥലത്തിന്റെ പേരിന്റെ മുമ്പിനായിട്ട് ടു ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലമാണ് നമ്മുടെ ഡെസ്റ്റിനേഷന്റെ തൊട്ട് മുമ്പായിട്ട് ടു ഉപയോഗിക്കണം. ഓക്കെ, അപ്പം ഹി റാൻ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് ഓടി. അപ്പൊ നമുക്ക് അവൻ എങ്ങോട്ടാ പോകുന്നത്? സ്കൂളിലേക്ക്. അത് മനസ്സിലാകും. അഞ്ജലി വെന്റ് ടു ഓഫീസ്. അഞ്ജലി പോകുന്നത് എങ്ങോട്ടാണ്? ഓഫീസിലേക്ക്. ടു ഓഫീസ്. അഞ്ജലി പോയത് വെന്റ് ടു ആണല്ലോ. അപ്പം അഞ്ജലി ഓഫീസിലേക്ക് പോയി എന്നാണ്. അപ്പൊ ഇവിടെ ഓഫീസിലേക്ക് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ടു ഓഫീസ് എന്നാണ് പറയേണ്ടത്. ഇനി ഇവിടെ ഗോ ആണെങ്കിലോ, അഞ്ജലി ഗോസ് ടു ഓഫീസ്. അഞ്ജലി ഓഫീസിലേക്ക് പോകാറുണ്ട്. അഞ്ജലി ഗോസ് ടു ഓഫീസ്, അഞ്ജലി എന്നും ഓഫീസിലേക്ക് പോകാറുണ്ടെന്നാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അഞ്ജലി വെന്റ് ടു ഓഫീസ്, അഞ്ജലി ഓഫീസിലേക്ക് പോയി. അപ്പൊ ഓഫീസിലേക്ക് എന്ന് കാണിക്കാൻ വേണ്ടി ടു മാർക്കറ്റ്, മാർക്കറ്റിലേക്ക്. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? വേർ ആർ യു ഗോയിങ്? ഐ എം ഗോയിങ് ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ്. എന്നോട് ഒരാൾ ചോദിക്കുന്നു പെട്ടെന്ന്, നീ ഇങ്ങോട്ട് പോവാണ്. അപ്പൊ ഞാൻ പറയുന്നു ഐ എം ഗോയിങ് ടു മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ്. ടു ലൈബ്രറി, ലൈബ്രറിയിലേക്ക്. ടു ലുലുമാൾ, ലുലുമാളിലേക്ക്. ടു കൊച്ചി, കൊച്ചിയിലേക്ക്. ടു ഡൽഹി, ഡൽഹിയിലേക്ക്. ടു പാർക്ക്, പാർക്കിലേക്ക്. ടു ടെമ്പിൾ, അമ്പലത്തിലേക്ക്. ടു തിയേറ്റർ, തിയേറ്ററിലേക്ക്. അപ്പൊ ലേക്ക് ഈ ഒരു ഉപയോഗമാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം എങ്ങോട്ട് പോകണമെങ്കിലും ടു ഉപയോഗിക്കാം പറയാൻ വേണ്ടി ആ സ്ഥലം. സെക്കൻഡ് യൂസേജ് ആണ് ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ഓഫ് സംതിങ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം, ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കാൻ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥ, സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ അവസ്ഥ പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. മലയാളത്തിൽ വരുന്ന ആൻ എന്നുള്ള ഉപയോഗത്തിന് പകരമായിട്ടാണ് ടു ഉപയോഗിക്കുന്നത്. അക്ഷയ് വെന്റ് ടു പ്ലേ. അക്ഷയ് പോയി. അക്ഷയ് എന്തിനാണ് പോയത്? കളിക്കാൻ. പ്ലേ എന്ന് പറഞ്ഞാൽ കളി, കളിക്കാൻ. ആൻ എന്ന് പറയുന്ന ഈ ഉപയോഗത്തിനാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നത്. അപ്പം അക്ഷയ് പോയി കളി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബന്ധമില്ല. പക്ഷെ അക്ഷയ് പോയി കളിക്കാൻ വേണ്ടി, എന്തിനു വേണ്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് ഇവിടെ ടു. എന്തിനു വേണ്ടി? കളിക്കാൻ വേണ്ടി, കളിക്കാൻ. അക്ഷയ് കളിക്കാൻ പോയി. അപ്പൊ കളിക്കാൻ, ആൻ എന്നുള്ള ഉപയോഗമാണ് നമുക്കിവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ യൂസേജ്. ഇവിടെ ഏത് സ്ഥലത്തിലേക്ക് എന്നാണെങ്കിൽ ഇവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഹി വെന്റ് ടു ഈറ്റ് പിസ്സ. അവൻ പോയി പിസ്സ കഴിക്കാൻ എന്ന് കാണിക്കാൻ വേണ്ടി ടു ഈറ്റ് ആണ്. ഓക്കെ, ബിരിയാണി ആണെങ്കിൽ ടു ഈറ്റ് ബിരിയാണി. ടു സ്റ്റഡി, പഠിക്കാൻ. ഹി വെന്റ് ടു സ്റ്റഡി, അവൻ പഠിക്കാൻ പോയി. ടു റൈറ്റ്, ഹി വെന്റ് ടു റൈറ്റ് ഹിസ് ഹോംവർക്ക്, അവന്റെ ഹോംവർക്ക് എഴുതാൻ പോയി. ടു ഡാൻസ്, ഹി വെന്റ് ടു
പ്രാക്ടീസ് ഡാൻസ്, അല്ലെങ്കിൽ ഹി വെന്റ് ടു ഡാൻസ്, അപ്പം ഡാൻസ് കളിക്കാൻ വേണ്ടി. ഹി വെന്റ് ടു ക്ലീൻ, വൃത്തിയാക്കാൻ വേണ്ടി. ടു കുക്ക്, പാചകം ചെയ്യാൻ വേണ്ടി. ടു ടോക്ക്, സംസാരിക്കാൻ. ടു സ്വിം, നീന്താൻ. ടു സീ, കാണാൻ. ടു വാച്ച്, ഇതില് സിം എന്ന് പറഞ്ഞാൽ നീന്താൻ വേണ്ടി. ഹി വെന്റ് ടു സിം, അവൻ നീന്താൻ പോയി. ഹി വെന്റ് ടു സീ ഹെർ, അവൻ അവളെ കാണാൻ പോയി. അവൻ അവളെ കാണാൻ പോയി. ഹി വെന്റ് ടു വാച്ച് എ മൂവി, അവൻ ഒരു സിനിമ കാണാൻ പോയി. അപ്പൊ സിയും വാച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സി എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം കാണുക. ഞാൻ അവളെ കണ്ടു, ഞാൻ അവനെ കണ്ടു, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. അപ്പൊ ഐ സോ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവനെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ വാച്ച് എന്ന് പറഞ്ഞാല് കുറെ നേരം നമ്മൾ ശ്രദ്ധിച്ച് കാണില്ലേ, അപ്പോഴാണ് നമ്മൾ വാച്ച് എന്ന് പറയുന്നത്. അപ്പം ഹി വെന്റ് ടു വാച്ച് എ മൂവി, ഹി വെന്റ് ടു സീ എ മൂവി അല്ല, ഹി വെന്റ് ടു വാച്ച് എ മൂവി. അപ്പൊ കുറെ നേരം നമ്മൾ കണ്ട് അങ്ങനെ കാണുന്നതിനാണ് വാച്ച് എന്ന് പറയുന്നത്. കുറച്ച് സമയം ചെലവഴിച്ച് നമ്മൾ കുറേ സമയം നമ്മൾ കണ്ട് നിരീക്ഷിക്കുന്നതിനാണ് വാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അപ്പം ഒരു സ്ഥലത്തിലേക്ക്, ഏത് സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയാണെങ്കിലും ടു ഉപയോഗിക്കാം. ഇനിയും എന്തിനാണ് ആ കാര്യം സൂചിപ്പിക്കാനും ആൻ എന്നുള്ള ഉപയോഗത്തിലും ടു ഉപയോഗിക്കാം. ഇത് നമ്മുടെ തേർഡ് യൂസേജ് ആണ്, ടു ഷോ ദ എൻഡ് ലിമിറ്റ് ഓഫ് എ പീരീഡ് ഓഫ് ടൈം. ടു ഷോ, കാണിക്കാൻ. ഇവിടെ കണ്ടോ, കാണിക്കാൻ, ടു ഷോ. ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുക, ടു ഷോ, കാണിക്കാൻ. ഇവിടെ ആൻ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇവിടെ ടു ഷോ ഉപയോഗിച്ചിരിക്കുന്നത്. ദ എൻഡ് ലിമിറ്റ് ഓഫ്, എൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ തീരുന്ന സമയം. എൻഡ് ലിമിറ്റ്, ഒരു കാര്യം ഇപ്പം തന്നെ തീരണം, അത് എപ്പോഴാണ് തീരുന്നതെന്നുള്ള ആ ലിമിറ്റ് പറയാൻ വേണ്ടി. ഓഫ് എ പീരീഡ്, പീരീഡിന്റെ എൻഡ് ലിമിറ്റ്. ഞാൻ നേരത്തെ നമ്മൾ ഓഫിന്റെ വീഡിയോ പഠിച്ചപ്പോഴാന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻഡ് ലിമിറ്റ് ഓഫ് എ പീരീഡ് എന്ന് പറഞ്ഞാൽ പീരീഡിന്റെ എന്തെങ്കിലും ഒരു നമ്പറോ കാര്യങ്ങളോ അളവോ പറയുമ്പോൾ പീരീഡിന് മുമ്പായിട്ട് ഓഫാണ്, നമ്മൾ ആ കാര്യത്തിന് മുമ്പായിട്ട് ഓഫാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓഫിന്റെ പ്രപ്പോസിഷൻ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓഫിന്റെ പ്രപ്പോസിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഉപയോഗം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓഫ് ടൈം, സമയത്തിന്റെ അളവ്. അപ്പം നമുക്ക് ടു ഷോ ദ എൻഡ്, ഓക്കെ, ഏതായാലും നമ്മുടെ പ്രപ്പോസിഷൻ ഓഫ് അല്ല, നമ്മൾ പറയുന്ന ടൂവിനെ പറ്റിയാണ്, അതുകൊണ്ട് ഞാൻ പറയാം. ടു ഷോ ദ എൻഡ് ലിമിറ്റ് ഓഫ് എ പീരീഡ് ഓഫ് ടൈം, ഒരു സമയത്തിന്റെ അന്ത്യം അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്ന, അവസാനിക്കുന്ന സമയം പറയാൻ വേണ്ടി. വി വർക്ക് ഫ്രം മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള ഈ ഒരു സെന്റൻസിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത്, വി വർക്ക്, ഞങ്ങൾ ജോലി ചെയ്യുന്നത്, വി വർക്ക് ഫ്രം മൺഡേ. ഫ്രമിന്റെ വീഡിയോയ്ക്ക് നമ്മൾ അതിന്റെ ഉപയോഗങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്ന് തൊട്ടാണ് തുടങ്ങുന്നതെന്ന് പറയുന്നത് നമ്മൾ ഫ്രം ആണ്. അപ്പം മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ, അപ്പൊ വരെ എന്നുള്ള ഉപയോഗമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഫ്രൈഡേ വരെ എന്ന് പറയുമ്പം ടു ഫ്രൈഡേ, ടു ആണ്. അപ്പം ഇതിന്റെ എൻഡ് ലിമിറ്റ് ആണ് ടു ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഇങ്ങനെ നമ്മൾ ഫ്രം ടുവും ഒരുമിച്ച് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫ്രം എവിടെ തൊട്ടാ തുടങ്ങുന്നതെന്ന് പറയും, ടു എവിടെ വെച്ച് അവസാനിക്കുന്നതെന്ന് പറയും. ഓക്കെ, തുടക്കം പറയുന്നത് ഫ്രമും അവസാനം പറയുന്നത് ടു ആയിരിക്കും ഇങ്ങനെ വരുന്ന യൂസേജുകളിലൊക്കെ. അപ്പോൾ വി വർക്ക് ഫ്രം മൺഡേ ടു ഫ്രൈഡേ, ഞങ്ങൾ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം വരെ എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ടു ഉപയോഗിക്കുന്നത്. ഐ തിങ്ക് ഷീ ഈസ് 20 to 25 year old. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു. ഷീ ഈസ്, അവൾ ആണ് 20 തൊട്ട് 20, അപ്പൊ അവളുടെ പ്രായം 20 തൊട്ട് 25 വയസ്സ് വരെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം ഷീ ഈസ് 20 to 25 year old ആണ് നമ്മൾ പറയുന്നത്. അപ്പം എൻ്റെ എത്രയാ, 20 തുടങ്ങുന്ന പ്രായമാണ് അല്ലെ, അവസാനിക്കുന്ന പ്രായമോ 25. അപ്പൊ 25 അവസാനിക്കുന്ന ഒരു സമയമാണ്, എൻഡ് ലിമിറ്റ് ആണ്. എൻഡ് ലിമിറ്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ടു ആണ്. ക്ലിയർ അല്ലേ? അപ്പം എന്തെങ്കിലും ഒരു കാര്യം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വരെ എന്ന് പറയാൻ വേണ്ടി ടു ഉപയോഗിക്കാം. വരെ എന്ന് പറയാൻ വേണ്ടി ടു ഉപയോഗിക്കാം. അപ്പൊ നമ്മളിപ്പോ 3 ഉപയോഗങ്ങൾ നോക്കി. ഒന്ന്, ഒരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി, നമ്മൾ പോയതിന്റെ കാരണം പറയാൻ വേണ്ടി, ഇനി ഒരു സമയം തീരുന്ന എൻഡ് ലിമിറ്റ് പറയാൻ വേണ്ടി. ഇനി നമ്മൾ നോക്കുന്നത് 4ാമത്തെ ഉപയോഗമാണ്, ടു ഷോ ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് റിസീവ് സംതിങ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ടു ഷോ, കാണിക്കാൻ വേണ്ടി. പേഴ്സൺ ഓർ എ തിങ്, ഒരാളായിരിക്കാം, ഒരു സാധനമായിരിക്കാം, അതിന് റിസീവ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി. ഐ ഗേവ് ദ കീ ടു രാജു. ഐ ഗേവ്, ഞാൻ കൊടുത്തു. ദ കീ, ടു രാജു, രാജുവിന് ഞാൻ താക്കോല് കൊടുത്തു.
രാജുവിന് ഞാൻ താക്കോല് കൊടുത്തു രാജു എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ ഉണ്ടോ നമുക്ക് അവിടെ? ഇല്ല. അപ്പൊ രാജുവിന് തന്നെയാണ് കൊടുത്തത്. ആർക്കാണ് കൊടുത്തത്? രാജുവിന്. അപ്പൊ വിന് എന്ന് പറയുന്ന ഇന് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ടു രാജു എന്ന് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു പെൺകുട്ടിയുടെ പേരാണെങ്കിൽ ടു മീര, ടു മീര എന്നാണെങ്കിലോ ഐ ഗേവ് ദ കീ ടു മീര, ഞാൻ മീരയ്ക്ക്. അപ്പം അവിടെ ഖ് എന്ന് വരും. പെൺകുട്ടികളുടെ പേരാകുമ്പം മീരയ്ക്ക്, ഞാൻ മീരയ്ക്കാണ് താക്കോല് കൊടുത്തത്. ഞാൻ താക്കോല് കൊടുത്തു മീരയ്ക്ക്. ഞാൻ രാജുവിന് താക്കോല് കൊടുത്തു, ഞാൻ അക്ഷയ്ക്ക് താക്കോല് കൊടുത്തു. അപ്പൊ അങ്ങനെ നമ്മൾ ആർക്കാണോ നമ്മൾ ഈ സംഭവം കൊടുത്തത്, ആരാണോ ഈ സംഭവം റിസീവ് ചെയ്യുന്നത്, ആർക്കാണ് ഈ സാധനം കിട്ടുന്നത്. ഞാനിപ്പം താക്കോല് രാജുവിന് കൊടുത്തപ്പം ആ താക്കോല് കിട്ടിയത് ആർക്കാ? രാജുവിന്. അല്ലെങ്കിൽ മീരയ്ക്ക് കൊടുത്ത മീരയ്ക്ക്. അപ്പൊ ആർക്കാണോ ഈ സംഭവം ലഭിക്കുന്നത് അവരുടെ പേരിന് മുമ്പായിട്ട് ടു ഉപയോഗിക്കണം. അവർക്കാണിത് കിട്ടുന്നത്, അവർക്കാണിത് ലഭിക്കുന്നത് എന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടു ഇൻ ഫ്രണ്ട് ഓഫ് ദ നെയിംസ് യൂസ്ഡ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇനി അടുത്ത ഫൈനൽ സിറ്റുവേഷൻ ആണ് വിത്ത് സർട്ടൈൻ വേർഡ്സ് ഇൻ കമ്പാരിറ്റീവ് ഡിഗ്രി. ചില വേർഡുകൾ, സർട്ടൈൻ എന്ന് പറഞ്ഞാൽ ചില വേർഡുകൾ, കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്നു, ഒരാളെ വെച്ച് വേറൊരാളെ താരതമ്യം ചെയ്യുന്നു. അതാണ് എപ്പോഴെങ്കിലും താരതമ്യം ചെയ്യുന്ന വാക്കുകളെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. രണ്ടുപേരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു, രണ്ടുപേരെ വെച്ച് താരതമ്യം. നീ അവനേക്കാളും നല്ലതാണ്, അല്ലെ എനിക്ക് ഇതിനേക്കാളും അത് ഇഷ്ടമാണ്, അതിനേക്കാളും ഇതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ ഒരു കമ്പാരിസൺ, ഈ ഒരു താരതമ്യം, അതാണ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രികൾക്ക് മുമ്പിലായിട്ട് നമ്മൾ ടു ഉപയോഗിക്കാറുണ്ട് ഇതിനേക്കാൾ എന്ന് പറയാൻ വേണ്ടി. അത് നമുക്ക് നോക്കാം. I prefer tea to coffee. I prefer tea to coffee. ഞാൻ മുൻഗണന കൊടുക്കുന്നത്, ഐ പ്രിഫർ എന്ന് പറയുന്നാൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് ചായക്കാണ് കോഫിയേക്കാൾ. കോഫിയേക്കാൾ, ഈ കാൾ എന്നുള്ള ഉപയോഗമാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഞാൻ മുൻഗണന കൊടുക്കുന്നത് ചായക്കാണ് കോഫിയേക്കാൾ. ഞാൻ മുൻഗണന കൊടുക്കുന്നത് ചായക്കാണ് കോഫിയേക്കാൾ. അപ്പം നമ്മൾ ഈ കമ്പയർ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ചായയും കോഫിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണല്ലോ, താരതമ്യപ്പെടുത്തു തന്നെയാണ് ഇവിടെ. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തിനാ? ചായയാണ് കോഫിയേക്കാൾ. കോഫിയും ചായയും കൊണ്ടുവച്ചാൽ എനിക്ക് അവിടെ ചായ മതി, കോഫി വേണ്ട. ഇനി കോഫി മാത്രം കിട്ടിയാൽ കോഫി കുടിക്കും, ഇല്ലെന്നല്ല. പക്ഷെ രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ചായയെ തിരഞ്ഞെടുക്കും, കാരണം എനിക്ക് കോഫിയേക്കാളും കൂടുതൽ ഇഷ്ടം ചായയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഏത് സാധനത്തിനെയാണോ നമുക്ക് ഇഷ്ടമല്ലാത്ത അതിന്റെ മുമ്പിലായിട്ട് ടു ഉപയോഗിക്കുക. ഇഷ്ടമല്ലാത്ത എന്നല്ല, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. ഏത് സാധനത്തിനാണോ സെക്കൻഡ് പ്രിഫറൻസ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചായയാണ്, അപ്പൊ അതിന്റെ മുമ്പിൽ വേണ്ട. അതിൽ കുറച്ചുകൂടി ഇഷ്ടം കുറവുള്ള ഏതാണോ അതിന്റെ മുമ്പിലായിട്ട് ടു ഉപയോഗിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി പറയുകയാണെങ്കിൽ കാൾ, ഈ കമ്പാരിസൺ ആണ് ഏറ്റവും, ആ രീതി നിങ്ങൾ പഠിച്ചാൽ മതി. എനിക്ക് ചായയേക്കാൾ, കോഫിയേക്കാൾ ടു കോഫി, അല്ലെങ്കിൽ സിനിമയേക്കാൾ ടു സിനിമ. ഐ പ്രിഫർ ഗെയിംസ് ടു സിനിമ. എനിക്ക് ഗെയിംസ് ആണ് സിനിമകളെക്കാളും ഇഷ്ടം. ഐ ആം ജൂനിയർ ടു ഹിം. ഞാൻ അവനേക്കാളും ജൂനിയർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ജൂനിയർ ആണ് അവനേക്കാൾ. ഇവിടെ അവനേക്കാൾ ജൂനിയർ ആണ്. നമുക്ക് അങ്ങനെ അതുപോലെ തന്നെയാണ് സീനിയർ ടു. ഐ എം സീനിയർ ടു ഹിം. ഞാൻ അവനേക്കാൾ സീനിയർ ആണ്, മുതിർന്നവനാണ്. ഇവിടെ ചെറുതാണ്, ഇവിടെ മുതിർന്ന ആളാണ്. ഐ എം സുപ്പീരിയർ ടു ഹിം. ഞാൻ അവനേക്കാളും സുപ്പീരിയർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനേക്കാളും കുറച്ചുകൂടെ പവർ ഉള്ള ആളാണ്, കുറച്ചുകൂടെ മുൻഗണന കൂടുതൽ ലഭിക്കുന്ന ആളാണെന്നാണ് അതിന്റെ അർത്ഥം. ഐ എം എൽഡർ ടു ഹിം. ഞാൻ അവനേക്കാളും മൂത്തതാണ്. ഐ എം യങ്ങർ ടു ഹിം. ഐ എം യങ്ങർ ടു ഹെർ. കുട്ടിക്കോ, ഞാൻ അവളെക്കാളും പ്രായം കുറഞ്ഞ ആളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പാരിസൺ ആണ്. രണ്ടുപേര് തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത്, നമ്മൾ താരതമ്യം ചെയ്യുന്ന രണ്ടാമത്തെ ആ കാര്യത്തിന് മുമ്പിലായിട്ട് ടു ആണ്. ക്ലിയർ അല്ലേ? നമ്മൾ എല്ലാ ഉപയോഗങ്ങളും കറക്റ്റ് ആയിട്ട് പഠിച്ചാണ് പോകുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് കുറെ ലെങ്ത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്ര ഉപയോഗങ്ങൾ നിങ്ങൾ പഠിച്ചാലേ നമുക്ക് ഏതൊരു പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളോട് ഈ ടുന്റെ ഈ ഒരു യൂസേജ് മാത്രം പഠിപ്പിക്കാം. ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ, അപ്പൊ പെട്ടെന്ന് ഒരവസ്ഥ പറയുമ്പോൾ ടു ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ഡൗട്ട് അടിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നമുക്കൊരു ഡാഷ്ബോർഡ് പോലെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ടു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പ്രപ്പോസിഷൻ ആണ്. നിങ്ങൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്യുമോ, നമ്മൾ ഒന്നുകൂടെ നോക്കുവാണ് ഫ്രഷ് ആയിട്ട്. ടു ഫസ്റ്റ് യൂസേജ്, നമ്മളൊരു സ്ഥലത്തിലേക്ക് പോകുന്നു,
ലേക്ക് എന്ന് പറയാൻ വേണ്ടി. ടു സ്കൂൾ, സ്കൂളിലേക്ക്. രണ്ടാമത്തെ യൂസേജ് ഒരു കാര്യത്തിന്റെ അവസ്ഥ അല്ലെ നമ്മൾ ചെയ്തതിന്റെ നമ്മൾ എന്തിനാണ് പോയതെന്നുള്ള കാരണം പറയാൻ വേണ്ടി. ടു പ്ലേ കളിക്കാൻ വേണ്ടി പോയി, ഞാൻ കളിക്കാൻ വേണ്ടി പോയി, ഐ വെന്റ് ടു പ്ലേ, അവൻ കളിക്കാൻ വേണ്ടി പോയി, ഹി വെന്റ് ടു പ്ലേ. മൂന്നാമത് എൻഡ് ലിമിറ്റ്, എവിടെയാണ് ഇത് അവസാനിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം ഐ വർക്ക് ഫ്രം മൺഡേ ടു ഫ്രൈഡേ, ഞാൻ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ, അപ്പൊ വരെ എന്നുള്ള എൻഡ് ലിമിറ്റ് കാണിക്കാൻ വേണ്ടി. നാലാമത് ആർക്കാണ് ഒരു സാധനം കിട്ടുന്നത്, നമ്മളൊരു സാധനം കൊടുത്താൽ അത് ആർക്കാ കിട്ടുന്നതെന്ന് പറയാൻ വേണ്ടി. ഐ ഗേവ് മൈ കാർ, ഞാൻ എൻ്റെ കാർ കൊടുത്തു. ടു മൈ ബ്രദർ, എൻ്റെ അനിയന് അല്ലെങ്കിൽ എൻ്റെ ചേട്ടന്, എൻ്റെ ഒരു സഹോദരന്. ഐ ഗേവ് മൈ കാർ ടു മൈ ബ്രദർ, ഞാൻ എൻ്റെ അനിയന് എൻ്റെ കാർ കൊടുത്തു. അപ്പം അനിയന് ആർക്കാ ലഭിച്ചത്, അനിയന്. അപ്പം ഐ ഗേവ് മൈ കാർ ടു മൈ ബ്രദർ ആണ്, എൻ്റെ അനിയന്, അല്ലെങ്കിൽ ടു ബ്രദർ, ടു ആണ്. അപ്പം ആർക്കാണോ ലഭിക്കുന്നത് അതിന് മുമ്പായിട്ട് ടു ഉപയോഗിക്കുക. അവസാനത്തെ ഉപയോഗം കമ്പയർ ചെയ്യുന്നു. ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം, സുപ്പീരിയർ ആണ്. അപ്പം എന്താണോ ആ രണ്ടാമത് വരുന്ന കാര്യത്തിന് മുമ്പിലായിട്ട് ടു ഉപയോഗിക്കുക. സോ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ടുവിന്റെ ഉപയോഗങ്ങളും എവിടെയൊക്കെയാണ് ടു ഉപയോഗിക്കേണ്ടത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടു, അതിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് ടുവിന്റെ എല്ലാ യൂസേജസും. നിങ്ങൾ ഓരോ ക്ലാസ്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, സമയം എടുത്തോളൂ. പക്ഷെ ഓരോ ക്ലാസ് പഠിച്ച് മുമ്പോട്ട് പോകാവുള്ളൂ. കറക്റ്റായിട്ട് ടോട്ടലായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് സോ ദിസ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വേറൊരു പ്രൊപ്പോസിഷൻ ആയിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ.